പ്രിയമുള്ളവരെ, ഞാൻ ഷാജി ചുങ്കത്തറ, മലപ്പുറം ജില്ല. പോഷകാഹാരം കഴിച്ചും വ്യായാമം ചെയ്തും ജീവിതശൈലീ രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാം എന്നുള്ള സന്ദേശം കേട്ടതുകൊണ്ടാണ് തൃശ്ശൂരിൽ വെൽനസ് കോച്ചുമാർ ഒത്തുചേർന്ന് നടത്തുന്ന പരിപാടിയിൽ ഞാൻ എത്തിയത്. വർഷങ്ങളായി ഇതിൻ്റെ പ്രചാരകരായി മാറിയിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പരിപാടി തൃശ്ശൂരിൻ്റെ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തത് കണ്ടപ്പോഴാണ് പിന്നീടുള്ള പരിപാടികളും ശ്രദ്ധിക്കാൻ ശ്രമിച്ചത്. നമ്മൾ എത്ര കാലം ജീവിക്കുന്നു എന്നതല്ല, എത്ര കാലം അസുഖങ്ങളില്ലാതെ ജീവിക്കാമെന്നതാണ് പ്രധാന കാര്യം എന്നായിരുന്നു ഉദ്ഘാടന പ്രസംഗത്തിൽ മേയർ പറഞ്ഞത്. വർഷങ്ങളായി ന്യൂട്രീഷൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരെയാണ് തൃശ്ശൂർ തേക്കുംകാട് മൈതാനിയിൽ കാണാൻ കഴിഞ്ഞത്. വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ നട ഗോപുരത്തിന് മുമ്പെന്ന് തുടങ്ങി 2 കിലോമീറ്ററോളം വരുന്ന സ്വരാജ് റൗണ്ടിന് ചുറ്റും വലം വച്ച് ക്ഷീണമില്ലാതെ തിരിച്ചെത്തിയവരെ ഇവിടെ കാണാൻ കഴിഞ്ഞു. അതിൽ വളരെ പ്രായമുള്ളവരും സ്ത്രീകളും എല്ലാം ഉണ്ടായിരുന്നു. തിരിച്ചെത്തിയതിന് ശേഷം എല്ലാവരും 1 മണിക്കൂറോളം ലഘുവായിട്ടുള്ള വ്യായാമ മുറകളും പ്രദർശിപ്പിച്ചു. അമിതാഹാരം, ക്രമമല്ലാത്ത ദിനചര്യ, വ്യായാമക്കുറവ്, പോഷകാഹാരക്കുറവ്, ഇങ്ങനെ ജീവിതശൈലിയിലുണ്ടാകുന്ന കാര്യങ്ങളാണ് അസുഖങ്ങൾക്കും അമിതവണ്ണത്തിനും കാരണമാകുന്നത് എന്നതാണ് ഈ പരിപാടിയുടെ സന്ദേശം. ജീവിതത്തിനകത്ത് എത്ര ജീവിച്ചു എന്നുള്ളതല്ല, അസുഖമില്ലാതെ എത്ര കാലം ജീവിച്ചു. നമുക്കറിയാം, നമ്മളൊക്കെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവരാണ്. എല്ലാവിധ അസുഖങ്ങളുള്ളവരാണ്. പക്ഷെ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? അതിന് ഡയറ്റുകളുണ്ട്. ഇതുപോലെ തന്നെ ശാരീരിക ക്ഷമതയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തന രംഗത്തും പ്രവർത്തിക്കും. ഭക്ഷ്യസുരക്ഷാ വകുപ്പിലും അതത് ഗ്രാമപഞ്ചായത്തുകളിലും രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുന്ന ന്യൂട്രീഷൻ സെൻ്ററുകളിലെ വെൽനസ് കോച്ചുമാരായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചത്. 12 കൊല്ലത്തിലധികമായിട്ട് വെൽനസ് പരിശീലകരായിട്ടുള്ളവരായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തത്.
അടിപൊളിയാണ്. സൂപ്പർ. ഗുഡ്. എന്തറിയണോ? അന്ന് ഞാൻ ഡിപ്പാർട്ട്മെന്റിന്റെ സാറിനോട് കാര്യം ഞാൻ അവിടെ ഇഷ്ടപ്പെടുന്നല്ല. ഞാൻ ആ സാറിനോട് ചോദിച്ചു, സാർ ഗ്രാമത്തിലാണ് അപ്പോൾ അത് ചോദിച്ചത് സാർ അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട്. 3 1 2 ചെയ്തോ, കൂടെ ചെയ്തോ. 3 റെഡി. 1 2 1 2 ഒരുമിച്ച്. 3 9 2 ചെയ്തോ. 3 8 റെഡി. 1 2 3 ഹിപ്പിൽ വെച്ചോ. 4 ഞാൻ പറയുമ്പോൾ ഓപ്പോസിറ്റ് ആയാൽ മതി. 2 രോഗം വന്ന് ചികിത്സിക്കുന്നതിന് പകരം രോഗം വരാതെ സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന പുതിയ തലമുറയെയും 3 ഇവിടെ കാണാൻ കഴിഞ്ഞു. 4 ഇതൊരു മാറ്റത്തിൻ്റെ തുടക്കമാവും എന്ന് കരുതാം.